ബിഗ് ബോസ് 8-ലെ അഗ്നിപരീക്ഷ ഇതാ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാത്രി ശരിക്കും ഉറങ്ങിക്കോളൂ സീസർ. ഉടൻ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടും. യുവർ സ്ലീപ്ലെസ് നൈറ്റ്സ് ആർ കമ്മിങ്. അപ്പോ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് 40 കണ്ടസ്റ്റന്റ് ആണ് ഇവിടെ ടോട്ടൽ വന്നിട്ടുള്ളത്. 40 മത്സരാർത്ഥികൾക്കായി ഒരുക്കിയ ഈ ടാസ്കിൽ പകുതി പേർക്ക് മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ട് സൈഡിലായിട്ട് ഒരു പൂട്ടും ഒരു ടാഗും ഉണ്ടാവും. ടാഗിനകത്ത് ഒരു ക്ലൂവും ഉണ്ടാവും. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കുറെ താക്കോലുകൾ ഉണ്ടാവും. അതിലും ഒരു ക്ലൂ കാണും. ഈ ഒരു ടാസ്കിൽ ആദ്യം വേണ്ടത് നിശ്ചിത സമയത്തിനുള്ളിൽ ആ ഒരു ക്ലൂ അടങ്ങിയിട്ടുള്ള താക്കോൽ കണ്ടെത്തുക എന്നുള്ളതാണ്. ആ ക്ലൂ കൊണ്ട് മാത്രമേ അപ്പുറത്ത് പോയിട്ട് അവിടെയുള്ള ക്ലൂ നോക്കിയിട്ട് പൂട്ട് തുറക്കാൻ പറ്റുകയുള്ളൂ. പൂട്ട് തുറക്കാൻ താക്കോല് വേണം, പക്ഷേ ഇത് പൂട്ടാൻ താക്കോല് വേണ്ട. പിടിച്ചിങ്ങനെ ഞെക്കിയാ മതി. കുറെ ആളുകൾ ആദ്യം തന്നെ വന്ന് കറക്റ്റായി ഓപ്പൺ ചെയ്തു പോയി. എന്നാൽ അതിൽ പൂജ എന്ന മത്സരാർത്ഥിക്ക് കാർഡും താക്കോലും കിട്ടിയിട്ടും പൂട്ട് തുറക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടേണ്ട അവസ്ഥ വന്നു. ഇതൊന്ന് തുറന്നു കിട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. താക്കോലൊടിഞ്ഞു. അപ്പോൾ തന്നെ അടുത്തിരിക്കുന്ന ഒരു മത്സരാർത്ഥി സഹായിക്കാമെന്ന് പറഞ്ഞ് നൈസായിട്ട് പൂജയുടെ കയ്യിൽ നിന്ന് താക്കോൽ വാങ്ങി തുറക്കാൻ ശ്രമിക്കുകയുണ്ടായി. പുള്ളിയുടെ കയ്യിലാണെങ്കിൽ ക്ലൂ ഇല്ല, കാർഡുമില്ല. പക്ഷെ പുള്ളിക്ക് പൂട്ട് ഏതാണെന്ന് മനസ്സിലായി, താക്കോലും കയ്യിൽ കിട്ടി. ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുന്നേ അഗ്നി പരീക്ഷയിൽ തന്നെ നല്ല ഒന്നാം തരം കട്ടപ്പ സ്റ്റൈൽ കളിയാണ് മൂപ്പര് കളിച്ചിട്ടുള്ളത്. എന്നാൽ പിന്നീട് അവതാരികയായ റെനീഷ ഇടപെട്ട് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുകയാണ് ചെയ്തത്. ഇതിനിടയിൽ പൂജയാണെങ്കിൽ ഒടുക്കത്തെ ഷോയും. ഇതുവരെ വരാൻ എനിക്കറിയാമെങ്കിൽ ഇതിനുള്ളിൽ കയറാതെ ഞാൻ പോകില്ല എന്നൊക്കെ ഇടയ്ക്ക് ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു. നിനക്കൊക്കെ അറിയോ, പണ്ട് കൊല്ലും കൊലയുള്ള തറവാട്ടിലെ അവസാനത്തെ കന്നിയായിരുന്നു ഞാൻ. ഇപ്പൊ കൊല്ലില്ലാന്ന് മാത്രമുള്ളൂ, ബാക്കി എല്ലാം ഉണ്ട്. അമ്മാതിരി സീനായിരുന്നു അവിടെ പൂജ. എന്തായാലും ഇന്ന് വരുന്ന എപ്പിസോഡിൽ ഇത് മുഴുവൻ നിങ്ങൾക്ക് കാണാം. പൂജയുടെ താക്കോൽ ഉപയോഗിച്ച് തുറക്കാൻ കഴിയാത്തത് കൊണ്ടും പൂജയുടെ കയ്യിൽ താക്കോലും ക്ലൂവും ഉള്ളത് കൊണ്ടും പൂജയെ വിജയിയാക്കി കണക്കാക്കിയാണ് അവസാനം ചെയ്തത്. അതുകൊണ്ട് തന്നെ അഗ്നിപരീക്ഷയുടെ ആദ്യ ദിവസം തന്നെ ഒരു അടി നൈസായിട്ട് അങ്ങ് ഒഴിവായി.